എൻ നെഞ്ചിൽ കുടിയിരിക്കും എല്ലാവർക്കും വണക്കം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിജയ് എന്ന മഹാനടൻ സിനിമാ ജീവിതം അവസാനിപ്പിച്ചു തോന്നുന്നു? അതിരാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് തിയേറ്ററിലേക്ക് പുറപ്പെട്ടു. തിയേറ്ററിൽ ചെന്നത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ ഇരിക്കുന്നു. പക്ഷേ എല്ലാവരും കുറേ പേര് 5 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നവരാണ്. ആഘോഷപൂർവ്വം കണ്ടിട്ട് ഈ കാണുന്ന ഇത്രയും പേര് തിയേറ്ററിനകത്തേക്ക് കയറാൻ നിൽക്കുന്നവരാണ്. ഇടിച്ചു കുത്തി 5:30 തുറന്ന് നമ്മൾ ചെന്ന് ഇത്തിരി കൂടി വൈകിച്ചെങ്കിൽ സീറ്റ് പോലും കിട്ടൂലായിരുന്നു. അതുപോലെ തിരക്കായിരുന്നു. ഈ വിജയുടെ പടമൊക്കെ ഫാൻസ് ഷോ കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ആഘോഷിക്കണം. ഇങ്ങനൊരു ഫാൻസ് ഷോ ജീവിതത്തിൽ അവർക്ക് വേറെ കിട്ടത്തില്ല. അതുപോലെ ആഘോഷമായിരിക്കും, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ഞാനൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്കൊക്കെ ഒരുപാട് വിജയ് സിനിമകൾ ഇതുപോലെ കാണാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാലത്ത് ലിയോ പോലത്തെ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ചെന്ന് കാണണം. നിർസലായാലും പടം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പേര് നിലത്തിരുന്നു ഡോറിൻ്റെ അടുത്ത് നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഇത്രയും കഷ്ടപ്പെട്ട് കാണാനായിട്ട് ഈ മനുഷ്യനകത്ത് എന്താ ഉള്ളത്? ഈ പുള്ളി തരുന്ന എനർജി സ്ക്രീൻ പ്രസൻസിൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ നിറകണ്ണുകളോടെ അണ്ണൻ്റെ ലാസ്റ്റ് സിനിമ കാണാനായിട്ട് കാത്തിരുന്ന് സ്ക്രീനിൽ തെളിയുന്നതും കാത്തിരിക്കുന്നതും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം ആഘോഷിക്കുന്നതിൽ. പക്ഷെ അതിനുപരി സങ്കടവുമുണ്ട്. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഇതുപോലെ പുതിയ സിനിമകളൊന്നും. വിജയ് എന്നുള്ളൊരു ബ്രാൻഡാണ് തമിഴ്നാട്ടിൽ. ഈ മറ്റേ റോബോട്ടിൽ പറഞ്ഞ പോലെ, എന്തിനും സിനിമയിൽ പറഞ്ഞ പോലെ ആ ബ്രാൻഡ് അഴിക്കവേ മുടിയാതെ യാരാലേ. പുള്ളിയുടെ തലവട്ടം കണ്ടാൽ ജനങ്ങൾ ഇടിച്ചു കയറും. ഈ ഇൻട്രോ ഇനി ലൈഫിൽ വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയ്ക്കും പ്രൗഡ്ഫുള്ളായിരുന്നു ഇതുപോലത്തെ ഒരു ഇൻട്രോ. ഞാനൊരു വിജയാരാധകൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഈ ഒരു മനുഷ്യൻ നനച്ചത് മുടിച്ചിട്ട് രക്ഷകനായി തന്നെ, ഇപ്പോൾ ആ സിനിമയിൽ രക്ഷകനായി ജീവിതത്തിലും രക്ഷകനായിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാടിൻ്റെ. അത് ഈ സിനിമയിലും ടാഗ് ലൈനായിട്ട് പറയുന്നുണ്ട്, ഒരു പേരേ വരലാറാണ്. അതുപോലെ ആവും വരും കാലങ്ങളിൽ. ഇൻട്രോയിൽ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു അണ്ണൻ ഇവിടെ ഒന്ന് പടം കണ്ട് റിവ്യൂ ഒക്കെ പറയാനായിരുന്നു. ഫുൾ എനർജിയിലായിരുന്നു എന്നെ.
എന്റെ മോൻ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം രാവിലെ എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ടുപേരെ നോക്കിക്കൊണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടാവില്ലേ ലൈഫിൽ. ഇറ്റ് വാസ് എ മൊമെന്റ് ലൈക്ക് ദാറ്റ്. നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സമയം വരും. എങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ ഇളയ ദളപതി വിജയുടെ അവസാന സിനിമയായ ജനനായകൻ, അതെ, അതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചു വിജയ് എന്ന മഹാനടൻ എങ്ങനെ എൻ്റെ മനസ്സിൽ കുടിയിരുന്നു എന്നുള്ളത്. കണ്ടില്ലേ, ജനനായകൻ ടീഷർട്ടൊക്കെ അടിച്ചാണ് ഞാൻ സിനിമ കാണാൻ പോയത്. രാവിലെ ഒരു 4:30 മണിക്ക് എനിക്ക് പോയി. കാരണം കവിത തിയേറ്ററിൽ സീറ്റ് നമ്പറൊന്നുമില്ല, ഫാൻസ് ഷോ ആയതുകൊണ്ട്. ഞങ്ങളൊരു 5 മണിയോടെ തിയേറ്ററിലെത്തി. 6 മണിക്ക് തന്നെ ഷോ തുടങ്ങി. എന്താ പറയുക, നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്ന ഒരിക്കലും ലോജിക്കും മാജിക്കും പ്രതീക്ഷിച്ചത്. വിജയ് എന്ന മഹാനടനെ ലോജിക്കും ഒന്നും പ്രതീക്ഷ ഈ സിനിമക്ക് പോകരുത്. ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ തൊട്ട് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയ്, ജോസഫ് വിജയ്, ഈ സാധനങ്ങൾ കാണിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ രോമം എണീറ്റിരുന്നു. കാരണം അത് പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിൽ പോയത്. എനിക്കത് മതി. ഇതിനകത്ത് ലോജിക്കും മാജിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. കാരണം വിജയ് ചിത്രം നമ്മൾ കാണാൻ പോകുന്നത് എന്തിനാണ്? വിജയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കും, അത് കാണും. സെന്തോമ പാത്തോമ തിരുമ്പി പോയിട്ടേ ഇരിക്കണം. അതുക്കുള്ള കേൾവിയൊന്നും കേൾക്കാൻ മുടിയാതെ കണ്ടു. വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോന്നു. കാരണം നോർമൽ ഒരു സിനിമയെ കീറി മുറിക്കണ പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യണ പോലെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല. ഒരു നമ്മുടെ ബാല്യം സുന്ദരമാക്കിയ ഒരു മഹാനടൻ്റെ അവസാന സിനിമ അത് കാണുമ്പോൾ തന്നെ പല പല ഇമോഷൻസാണ്. നമ്മൾ പണ്ട് പുള്ളിയുടെ സിനിമ എങ്ങനെയാണ് കണ്ടിരുന്നത്, എങ്ങനെ പുള്ളി സിനിമകൾ വരുമ്പോൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ വിഷമത്തോടെയാണ് കണ്ടു തീർത്ത്. സിനിമ കഴിയുമ്പോൾ തന്നെ നമ്മളാരും ഇറ്റ് പോകരുത്. കാരണം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു മിനിറ്റോളം ഒരു പഴയ മൂവികളുടെയൊക്കെ എല്ലാ സീനുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അത് കാണുമ്പോഴത്തേക്കും കണ്ണ് നനയാണ്ട് ഇറങ്ങിപ്പോരാൻ കഴിയില്ലൊരു വിജയ് ആരാധകന്. സിനിമയിൽ നമുക്ക് കരയാനോ പിടിക്കാനോ ഒന്നുമില്ല, ജസ്റ്റ് എൻജോയ്, ബ്ലാസ്റ്റ് ചെയ്ത് പടം കാണുക, എനിക്ക് പോരാ, അത്രയേ ഉള്ളൂ. ഒരു കാര്യം, ഈ സിനിമ വിജയ് ആരാധകനല്ലാത്ത ഒരാൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യും, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നെനിക്കറിയില്ല. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇനിയില്ല ഇങ്ങനെയൊരു താരത്തിൻ്റെ ഇനിയൊരു സിനിമ ഇല്ലെന്നുള്ള കാര്യം പുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രം. ഇനി എത്രത്തോളം ശരിയുണ്ട് ഇല്ലെന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയത്തിൽ വരുന്നില്ലെന്ന് പുള്ളി പറഞ്ഞു, പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നു. സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇനി വന്നു കഴിഞ്ഞാൽ സന്തോഷം. ഒരു വിജയ് അണ്ണൻ കാണുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. நீங்கள் வருஷத்தில் ஒரு தடவையாவது ஒரு படம் பண்ணணும். அதுக்கு கிடைக்கிற சேலரி ஊருக்கு ஏதாவது செஞ்சுட்டே இருக்கணும். அப்போ உங்களுக்கும் நிம்மதியாக இருக்கும். உங்கள் காசு சேலரி இந்த நாட்டுக்கு ஹெல்ப்பிங்க்கு முடிஞ்சது. ஆனால் எங்களுக்கும் சந்தோஷமாக இருக்கும். நீங்கள் வாட்டியில் ஒரு வருஷத்தில் ஒரு மூவி பண்ணிட்டா நாங்களுக்கும் சந்தோஷமாக இருக்கும். அதனால் പ്ലീസ് ഡു ഇറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടം തെലുങ്ക് പടമാണ്. എനിക്കും തെലുങ്കിൻ്റെ 10 സിനിമകൾ വിജയ് തെലുങ്ക് പടങ്ങൾ റീമേക്ക് ചെയ്ത് തമിഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തെലുങ്കിൻ്റെ ബാലയ്യയുടെ പടമാണിത്, ഭഗത് കേസരി എന്നുള്ള സിനിമ. അതേപോലെ തന്നെ റീമേക്ക് ചെയ്ത് വെച്ചേങ്ങനെയാണ്. ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് സിനിമയിൽ നിന്ന് പുള്ളിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനനുസരിച്ച് തന്നെ പുള്ളി കൈകാര്യം ചെയ്തു. കാരണം സംവിധായകൻ വിനോദ് ഇത് കഥ പറയാൻ ചെന്നത് വേറൊരു കഥയാണ്. പുള്ളിക്ക് ഇപ്പോൾ ലാസ്റ്റ് മൂവി എന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് പുള്ളി കൺവേർട്ട് ചെയ്താണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്
ചെയ്യാമോ എന്ന് വിനോദിനോട് ചോദിച്ചത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന പരമാവധി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയായി കാണുക. ഡാൻസൊക്കെ കാണുമ്പോഴത്തേക്കാണ് പഴയ കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോയത്. ഇനി ദൈവം ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾ വിചാരിച്ചോ, ഇനി ഈ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ്. ഈ തിയേറ്ററിൽ ഓടുന്ന ഈ ദിവസങ്ങൾ മാത്രമാണ്, ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്കൊരു അവസരം. വിജയുടെ ആദ്യത്തെ സിനിമ ഈ കാണുന്ന മലയാളികൾ ആരും ആദ്യ സിനിമ കണ്ടു കാണില്ല തിയേറ്ററിൽ. ഇതൊരു അവസരമാണ്. നിങ്ങൾ ഈ സിനിമ ലാസ്റ്റ് സിനിമ എന്ന രീതിയിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ കുറേ പേര് റിവ്യൂവിൽ കൊക്കും താമര പട്ടിയും പൂച്ചയെല്ലാം റിവ്യൂവിൽ മോശം അഭിപ്രായങ്ങളൊക്കെ പറയണമെന്ന് കേട്ട് എതുക്ക് ഫോട്ടോ നീങ്ക പാട്ടൊക്കെ നദി പോലെ പോയിട്ട് ഇരിക്കണം. ഈ കണ്ട പട്ടിയും പൂച്ചയും കൊക്കിൻ്റെയൊക്കെ അഭിപ്രായം നമ്മൾ കേട്ടൊരു സിനിമ വിലയിരുത്തേണ്ട കാര്യങ്ങളില്ല. നമ്മളൊരു സിനിമ പ്രേമിയാണ്. നമുക്ക് നമ്മുടേതായ മൂളയിൽ സിനിമ കാണുക. ആ വെള്ളി കാണുന്ന പോലെ ഇരിക്കില്ല നമ്മൾ സിനിമ കാണുന്നത്. പടം കാണുക നമ്മുടെ മൈൻഡിലായിരിക്കും പടം കാണുന്നത്. അതുകൊണ്ട് അതിനത് മാത്രം എൻ്റേന്നല്ല ഒരാളുടെയും അഭിപ്രായത്തിൽ ഒരു സിനിമ കാണാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിൽ സിനിമ കാണുക. അതാണ് മെയിനായിട്ടുള്ള പോയിന്റ്. പിന്നെ ബാക്കിയുള്ളവന്മാർ പറയണം ഈ സിനിമയെക്കുറിച്ച് പറയണം ലാസ്റ്റ് സിനിമ ഇതിനും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ആ സിനിമയിൽ പറയണ പോലെ പോയി കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തൈക്കാവിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ വിജയുടെ സിനിമ കാണുന്നത്. ഇന്നലെ നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷേ ഇന്നലെ സിനിമ ഞാൻ ടൈമിങ്ങത്തിനൊക്കെ ആക്കാനായിട്ട് പോയത് തൈക്കാവിൽ കൊണ്ടുപോയി ആക്കി. അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇന്നലെ റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു, വിശേഷങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. 12 മണിക്ക് ശേഷമാണ് വന്നപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങാൻ സമയമെടുത്തു. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ തന്നെ 23-ാം തീയതി. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്തത് എം സിനിമാസിൽ വെച്ചാണ്. കൂടാതെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇൻ്റർവൽ സമയത്ത് യുവയുടെ ബർത്ത്ഡേ വിഷസായിട്ട് ഞങ്ങൾ ഇട്ടു. പുള്ളിക്ക് അത് കണ്ടിട്ട് ഭയങ്കര നാണമൊക്കെയായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു സർപ്രൈസ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്നുള്ളത്. ലീക്കായൊരു സിനിമ വേറൊരാളെ കൊണ്ട് വേറെ ആരെങ്കിലും ഇറക്കുമോ സിനിമ തിയേറ്ററിൽ? നെവർ. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു പ്രശ്നം വന്നത് പ്രേമ സിനിമ ഇറങ്ങിയപ്പോഴാണ്. പ്രേമ സിനിമ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ പ്രിൻ്റ് അത് അത്യാവശ്യം 100 കോടി അടിക്കേണ്ട ആദ്യത്തെ സിനിമയായിരിക്കണം മിക്കവാറും. ഇതിനു മുന്നേ 3 Idiots സിനിമ ഇറങ്ങിയ ഹിറ്റാണ് പടം, എല്ലാവരും കണ്ടു. ഞാൻ മാത്രം കണ്ടില്ല. ഞാൻ അപ്പം CD മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇടാനായിട്ട് പോയപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ പേപ്പറിൽ ഇത് 3 Idiots സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, നേരെ കൊണ്ടുപോയി ആ CD കൊണ്ടുപോയി കൊടുത്ത് ഷൂട്ട് ചെയ്ത് റിലീസാകാൻ കാത്തിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ പോയി ഞാനും എൻ്റെ കൂട്ടുകാരൻ അനൂപും കൂടി കവിത തിയേറ്ററിൽ തന്നെ ഫാൻസി ഷോയിൽ കണ്ടത്. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലായുധം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിന് വേണ്ടി കലൂർ സ്റ്റേഡിയത്തിൽ അണ്ണം വന്നിരുന്നു. അന്നൊരു 3 മണിക്കൂർ നേരം എനിക്ക് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കാണാനും പുള്ളിയുടെ സിനിമയല്ല ഒരു രംഗത്തിൽ ചെറിയ സീനിൽ നമുക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് പുള്ളിയുടെ ഒപ്പം പങ്കെടുക്കാനൊക്കെ പറ്റി. ഇനി തൂഫാൻ്റെ ഭാഗമായിട്ട് ലാലേട്ടൻ്റെ ഒപ്പം ആ പരിപാടി പങ്കെടുക്കാനായിട്ട് വിജയ് അണ്ണൻ കേരളത്തിൽ കൊച്ചിയിൽ വരുമെന്നാണ് പറഞ്ഞേക്കണത്. വരട്ടെ, വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പോയി കാണും. ഞാൻ വിജയ ആരാധകനായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. വിജയ ആരാധകനല്ലാത്ത ഒരാളുണ്ട്, ധനുഷിൻ്റെ ഒരാളുണ്ട് ഇവിടെ. ഇങ്ങനെ വന്നേ, പൊണ്ണാട്ടി ക്യൂട്ട് പൊണ്ണാട്ടി ഇങ്ങനെ വാ, 2 വാക്ക് പറഞ്ഞിടുമ്പോൾ ഇവിടെ ഇരിക്കും. അണ്ട് ധനുഷ് ആരാധിക വിജയ് അണ്ണൻ്റെ ലാസ്റ്റ് സിനിമയെക്കുറിച്ച് 2 വാക്ക് പറ. എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വിജയുടെ ഒരു സിനിമ റിലീസിങ്ങിൻ്റെ അന്നത്തെ ദിവസം പോയി കാണുന്നത്. ആദ്യം ഞാൻ കണ്ടത് പുലിയാണ്. അത് ഇച്ചിരി ഫ്ലോപ്പായിരുന്നല്ലോ. നല്ല ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കണ്ടത്, ക്ലാസ് ആയിട്ട് ഞങ്ങൾ പ്രേമിച്ചിറക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഇൻട്രോയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എൻഡ് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമായി.
ഫീലിങ്സ് വരും. അയ്യോ ഇനി പുള്ളി ഇല്ലല്ലോ എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ടാണെങ്കിലൊരു അയ്യോ എന്നാൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ മുതലേ വണ്ടിയിൽ ഇരിക്കുമ്പോൾ മുതൽ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര വിഷമം വരും. അതാണ് എനിക്ക് ആകെ തോന്നിയൊരു കാര്യം. പിന്നെ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറയാനില്ല എനിക്ക്. ഇതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ആഴത്തിലങ്ങനെ കടന്നു പോയൊരു സാധനം. അത് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണ്. വിജയിനെ ഒരു വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും വിജയിനെ സുപരിചിതമാണ്. വിജയ മാമ, വിജയ അണ്ണൻ, എൻ്റെ മോൻ ദേ ഈ കൊച്ചിനവരെ തളപതി കച്ചേരി. പുള്ളി പാട്ട് വരുമ്പോഴത്തേക്കും പാൻറ്റ് ഇങ്ങനെ പൊക്കി കാണിക്കും. ആ പാട്ട് അങ്ങനെ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റാത്ത, ഇപ്പോഴാണ് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയേക്കണം. പുള്ളിക്ക് വരെ ആ സമയത്ത് കാലിങ്ങനെ പൊക്കണം, അത് കാണിച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം ആ തളപതി കച്ചേരി വെക്കാനായിട്ടാണ് പുള്ളി പറയണത് അല്ലേ. ഇന്നലെ കൊച്ചിയായിരുന്നു ഉറങ്ങിപ്പോയി. പക്ഷേ അവസാനമൊക്കെ ഉണ്ടത് ഒരു പേരേ വരലാറ് അത് വന്നപ്പോഴത്തേക്കും പുള്ളി എനിക്ക് പിന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വിട. വിജയണ്ണനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ரொம்ப നന്ദി. ഇനിയും നല്ല നല്ല റീമേക്ക് സിനിമകൾ വരട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം.